എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നിന്ന് മാവേലിക്കര നഗരസഭയെ പറ്റിയുള്ള ചില സുപ്രധാന രേഖകളാണ് പൊതുജനങ്ങളുമായി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി പങ്കുവെക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ നഗരസഭ മാറി മാറി ഭരിച്ച രണ്ടു മുന്നണികളിലും ചേർന്ന് എന്താണ് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തത് എന്നുള്ള ആത്മപരിശോധന ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും നടത്തണമെന്ന ആമുഖത്തോടെയാണ് ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഈ നഗരസഭ ഭരിച്ച ഭരണസമിതി ഏത് തരത്തിലാണ് നഗരസഭയെ മുന്നോട്ടേക്ക് നയിച്ചത്, എന്തായിരുന്നു അവരുടെ പ്രവർത്തനം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില രേഖകൾ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ തന്നെ റിപ്പോർട്ടുകളാണ് ആധാരമാക്കിയിട്ടുള്ള തെളിവുകളാണ് നാം ഇന്ന് പൊതുജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ഒരു നഗരസഭയിലും ഇല്ലാത്ത തരത്തിലുള്ള കെടുകാര്യസ്ഥത, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്നിവയൊക്കെയാണ് ഈ നഗരസഭയുടെ മുഖമുദ്ര എന്ന് പറയുന്നു. സാധാരണഗതിയിൽ നഗരസഭയുടെ ഭരണസമിതി അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഫണ്ട് യഥാവിധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുക എന്നൊക്കെയാണ് ഒരു ഭരണസമിതിയുടെ പ്രാഥമികമായ ചുമതല. പക്ഷേ 2020 മുതൽ 24 വരെയുള്ള കാലയളവിൽ 5 വർഷത്തിൽ 4 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് നാം അന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മാവേലിക്കര നഗരസഭയുടെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക തിരിമറിയും അഴിമതിയും കാരണം സാധാരണ മനുഷ്യർക്ക് കിട്ടേണ്ട പ്രയോജനം കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടമായി എന്നാണ് രേഖകൾ തെളിയിക്കുന്നത്. അതിലും ഒന്നാമത്തെ കാര്യം എന്നുള്ളത് 2020-21 മുതൽ 2023-24 വരെയുള്ള 4 വർഷം ഈ നഗരസഭയ്ക്ക് ആകെ ഭരണ അനുമതി കിട്ടിയത് 785 പദ്ധതികൾക്കാണ് ഈ നഗരസഭയ്ക്ക് ഭരണാനുമതി കിട്ടിയിട്ടുള്ളത്. ആ മുഴുവൻ നോക്കൂ, എന്റെ ഇവിടെ സ്ലൈഡ് നോക്കാം. ആ മുഴുവൻ 785 പദ്ധതികൾ എന്ന് പറയുന്നത് ആകെ 45.86 കോടി രൂപയാണ് കഴിഞ്ഞ 4 വർഷമായി ഈ നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. 46 കോടി രൂപയ്ക്ക് വേണ്ടി 785 പദ്ധതികൾക്ക് വേണ്ടി 46 കോടി രൂപയുടെ ഭരണാനുമതി കിട്ടിയെങ്കിലും ഈ നഗരസഭ ആകെ വിനിയോഗിച്ചിട്ടുള്ളത് അതിന്റെ 50% താഴെ തുകയാണ് എന്നാണ് സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏകദേശം 20 കോടി രൂപയും മാവേലിക്കര നഗരസഭ പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. ആകെയുള്ള 785 പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അതില് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ആകെ ഇത് 1 വർഷത്തെയാണ്, ഞാൻ മൊത്തമാണ് പറഞ്ഞത്. 1 വർഷം നോക്കൂ. 2020-21 വർഷത്തിൽ 248 പദ്ധതികൾക്ക് ഭരണാനുമതി കിട്ടിയപ്പോ അത് ആകെ 14,15,98,164 രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാൻ മാവേലിക്കര നഗരസഭയ്ക്ക് അനുമതി കിട്ടിയപ്പോൾ അവരാകെ നടപ്പാക്കിയത് 123 പദ്ധതിയാണ്. ഈ 123 പദ്ധതി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും നടപ്പാക്കി പൊതുജനങ്ങൾക്ക് പ്രയോജനം കിട്ടിയെന്ന അർത്ഥത്തിലല്ല. ഏതെങ്കിലും തരത്തിൽ അതിന്റെ തറക്കല്ലിടാനെങ്കിലും സാധിച്ച പദ്ധതികൾ വെറും 123 ആകെ 5,70,42,000 രൂപയോളം നഗരസഭ പാഴാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും അടക്കമുള്ള നഗരസഭയിലെ സാധാരണ മനുഷ്യർക്ക് പ്രയോജനം കിട്ടേണ്ട 5.25 കോടി രൂപ ഒറ്റ വർഷം ഈ നഗരസഭ പാഴാക്കിയിട്ടുണ്ട്. അതേപോലെയാണ് നഗരസഭ വാടക കുടിശ്ശിക പിരിച്ചെടുക്കാൻ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് മാവേലിക്കര നഗരസഭയുടെ കീഴിൽ എത്ര വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കണക്ക് പോലും നഗരസഭയ്ക്ക് അറിയില്ല. ലക്ഷക്കണക്കിന് രൂപയാണ്
വാടക ഇനത്തിൽ നഗരസഭ പിരിച്ചെടുക്കുന്നത്. ഒരു വർഷത്തെ കണക്ക് മാത്രമാണ്. 10,15 ലക്ഷം രൂപയാണ് ഒരു വർഷം വാടക കുടിശ്ശിക ഇനത്തിൽ മാത്രം കിട്ടേണ്ടത്. ഉദാഹരണത്തിന് എന്ന പേരിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 74.2 ലക്ഷം, ഏകദേശം 74.4 ലക്ഷം രൂപ ഈ നഗരസഭ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? നമ്മളുടെ അറവുശാല ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി. ഇപ്പോ അത് പലിശ അടക്കം ഏകദേശം 80 ലക്ഷം രൂപയായി. പക്ഷേ ലോൺ എടുത്ത പണം എവിടെ? അറവുശാലയ്ക്ക് വേണ്ടി 75 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു. അത് പലിശ സഹിതം 90 ലക്ഷം രൂപയാകുന്നു. പക്ഷെ നാളിതുവരെ നഗരസഭയിൽ അറവുശാല ഉണ്ടോ? എവിടെയും അറവുശാല ഉണ്ടോ? ഇല്ല, എവിടെയും അറവുശാല ഇല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു. ഇനി അതിന്റെ പേരിൽ അടുത്ത അഴിമതി, രണ്ടാമത്തെ അഴിമതി എന്താണെന്നറിയാമോ? പഴയ സ്ലൈഡ് തന്നെ തരുമോ? അതിന്റെ കെട്ടിടം നവീകരിക്കാൻ, അതായത് അറവുശാലയ്ക്ക് ഇപ്പൊ ഒരു കെട്ടിടമുണ്ട്. ഇത് അറവുശാലയിൽ മെഷീനറി മേടിക്കാൻ വേണ്ടിയിട്ടാണ്, ആധുനികവൽക്കരിക്കാനാണ്. ഇത് കെട്ടിടം നവീകരിക്കാൻ 1/2 കോടി രൂപ, 50 ലക്ഷം രൂപ ചെലവഴിച്ചു. എന്താ ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് അറിയാമോ? അതിന്റെ വൈദ്യുതി കണക്ഷൻ പോലും ഇതേവരെ ശരിയാക്കിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഒരു നഗരസഭ എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ, അല്ലെങ്കിൽ ഈ ഭരണസമിതി എന്ന് പറയുന്നവർ എങ്ങനെയാണ് അഴിമതി നടത്തുന്നത് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ ആധുനിക അറവുശാലയുടെ പേരിൽ മാവേലിക്കര നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന കടുംവെട്ട്. ഇത് അവസാനിപ്പിക്കാനുള്ള ബാധ്യത നമുക്ക് ഏവർക്കുമുണ്ട്. അപ്പൊ ഏകദേശം നിങ്ങൾ നോക്കൂ, 75 ലക്ഷം രൂപ അറവുശാലയിൽ പുതിയ യന്ത്രങ്ങൾ വാങ്ങാൻ എന്ന നിലയിൽ ലോൺ എടുക്കുന്നു. അത് നിലവിൽ 90 ലക്ഷം രൂപയായി. അതുകൂടാതെ 50 ലക്ഷം രൂപ കെട്ടിടം നവീകരിക്കാൻ എന്ന പേരിൽ ഓൾറെഡി ചെലവഴിച്ചു കഴിഞ്ഞു. രണ്ടും നടക്കുന്നില്ല. അറവുശാലയുമില്ല, ആധുനികവൽക്കരണവുമില്ല, കെട്ടിടവുമില്ല എന്ന് മാത്രമല്ല അതിൽ വൈദ്യുതി പോലുമില്ല എന്ന് കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, അടുത്ത നോക്കൂ, ശുചീകരണ പ്രവർത്തനങ്ങൾ. നിങ്ങൾക്കറിയാം, എല്ലാ വർഷവും മഴക്കാല പൂർവ്വ ശുചീകരണം ഒരു നഗരസഭയുടെ പ്രാഥമികമായ ജോലിയാണ്. മഴ വരുന്നതിന് മുൻപ് നാട്ടിലെ ഓടകൾ വൃത്തിയാക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്ത് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നുള്ളത് നഗരസഭയുടെ പ്രാഥമികമായ ജോലിയാണ്. നോക്കൂ, 2.25 ലക്ഷം രൂപ, ഏകദേശം 3 ലക്ഷം രൂപ മഴക്കാല പൂർവ്വ ശുചീകരണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ രേഖകളിൽ അതൊന്നും കാണാനില്ല. നഗരത്തിൽ എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. അതോടൊപ്പം തന്നെയാണ് സീറോ വേസ്റ്റ് പദ്ധതി. ഈ സീറോ വേസ്റ്റ് പദ്ധതിയുടെ കാര്യത്തിലും അതിതേവരെ അവതാളത്തിലായതായി ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. അതിന്റെ ഒന്നും പണം ഞാനിവിടെ പറയാത്തത്, ഇതെല്ലാം കൂടെ വലിയ കോടികൾ വരും, എല്ലാവരും കൂടെ തലവരുത്ത് പോകേണ്ടതെന്ന് വെച്ചാൽ എഴുതാത്തതാണ്. സീറോ വേസ്റ്റ് പദ്ധതി അവതാളത്തിലാണ്. മാലിന്യ നീക്കം നടക്കാത്ത കാലത്തും മാലിന്യം നീക്കം ചെയ്തു എന്ന് കാണിച്ച് പണം തട്ടിയിട്ടുള്ളതായി സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് പറയുന്നു. അതുപോലെയാണ് വിശപ്പ് രഹിത കേരളം. വിശപ്പ് രഹിത കേരളം പദ്ധതി, ആ പദ്ധതിയുടെ പേരില് ഒരു ഹോട്ടലുണ്ട് എന്നാണ് പറയുന്നത്, ജനകീയ ഹോട്ടൽ. എവിടെയാണിത് പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് വിശപ്പ് രഹിത കേരളം പദ്ധതി. അതായത് കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ഉച്ചയൂണ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. മാവേലിക്കരയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ നഗരസഭ അതിന്റെ പേരിലും പണം തട്ടിയതായി സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇത് തന്നെ മുമ്പ് പറഞ്ഞു. അടുത്തത് നെക്സ്റ്റ്. യെസ്, അടുത്ത നിങ്ങൾ നോക്കൂ, മാവേലിക്കര നഗരസഭയുടെ അടുത്ത ക്ലാസിക് അഴിമതിയുടെ അടുത്ത ക്ലാസിക് എക്സാമ്പിൾ ആണ് ശ്മശാനം. നമുക്കറിയാം, മാവേലിക്കര നഗരസഭയിൽ ഒരു ശ്മശാനമുണ്ട്. കണ്ടിയൂരിലെ കാളച്ചന്ദ്ര കേന്ദ്രീകരിച്ച് ഒരു ശ്മശാനമുള്ളതായിട്ടാണ് രേഖകളുള്ളത്. ആ രേഖ നോക്കൂ, 8 വർഷമായി മാവേലിക്കരയിലെ കാളച്ചന്തയിലുള്ള ഗ്യാസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശ്മശാനം പ്രവർത്തിക്കാതായിട്ട് 8 വർഷമായി. 2018 ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 5.62 ലക്ഷം രൂപ, ഏകദേശം 5.25 ലക്ഷം രൂപ അനുവദിച്ചതായി 2018 അനുവദിച്ചതായി രേഖകളുണ്ട്. പക്ഷെ അവിടെ എന്താണ് ശ്മശാനത്തിന്റെ അവസ്ഥ എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. അതിനുശേഷം ഈ ശ്മശാനത്തിന്റെ ചിമ്മിനി മാറ്റണം.
ചിമ്മിനി മാറ്റാൻ വേണ്ടി സർക്കാരിന്റെ തന്നെ സിഡ്കോ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ആ സിഡ്കോയുമായി 8 ലക്ഷം രൂപയുടെ കരാറാണ് ഈ നഗരസഭ ഒപ്പിട്ടത്. എന്താണ് പറയുക കരാറിൽ പറയുന്നത്? സിഡ്കോയുമായിട്ടുള്ള കരാറിൽ കൃത്യമായി പറയുന്നു, കരാർ ഒപ്പിട്ട് 7 ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ ചിമ്മിനി മാറ്റണമെന്നായിരുന്നു കരാറ്. കരാർ ഒപ്പിട്ടിട്ട് 7 വർഷമായി ചിമ്മിനിയുമില്ല, ശ്മശാനവുമില്ല, സിഡ്കോയുമില്ല. നഗരസഭ പണം ആരോ അടിച്ചുകൊണ്ട് പോയത് മാത്രം മിച്ചം. എവിടെയെങ്കിലും നഗരസഭയില് ശ്മശാനം പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാട്ടുകാര് ഇപ്പോഴും ഈ പ്രാകൃതമായ രീതിയിൽ അല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെയാണ് നിലവില് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. പക്ഷേ ഗ്യാസ് ശ്മശാനത്തിന്റെ പേരിൽ വലിയ അഴിമതി മാത്രം അവിടെ നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കൂ, അടുത്ത ഒരു കാര്യം. നമ്മുടെ കിടപ്പ് രോഗികളെ പറ്റി എല്ലാ സ്ഥലങ്ങളിലും കിടപ്പ് രോഗികളുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ കിടപ്പ് രോഗികളുണ്ട്. അവർക്ക് മരുന്ന് വാങ്ങാൻ നിങ്ങൾ നോക്കണം. ഒരു ഭരണസമിതിയുടെ നമ്മൾ നോക്കുമ്പോ ചെറിയ ചെറിയ തുകകളാണ്. 2 ലക്ഷം, 5 ലക്ഷം, 7 ലക്ഷം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ നോക്കൂ, 7,10,000 രൂപ 2 വർഷം മാത്രമാണ്. 2020, 2021, 2022, 2023 കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മരുന്ന് വാങ്ങാൻ, കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ 2 വർഷം കൂടി ഏകദേശം 7,15 ലക്ഷം രൂപ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൈമാറിയതായി രേഖകളുണ്ട്. പക്ഷേ മാവേലിക്കര നഗരസഭയിലെ ഒരു കിടപ്പ് രോഗിക്ക് പോലും മരുന്നോ ഉപകരണമോ വിതരണം ചെയ്തതായി സർക്കാരിന്റെ കയ്യിൽ രേഖകളില്ല. ഇതാണ് അടുത്ത അഴിമതി. അപ്പൊ അതായത് ജനം എത്രയേറെ ദുരിതക്കയത്തിലേക്ക് ഇടുന്നാലും കൈയിട്ട് വാരിയാൽ മതി എന്ന ലൈനിലാണ് കാര്യങ്ങൾ. അടുത്തത്, ഇത് വളരെ കൗതുകകരമായ ഒരു അഴിമതിയാണ്. ഇതിനൊക്കെ സത്യത്തിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ പരസ്യമായി ആദരിക്കേണ്ടതാണ്. ഇത്ര ശാസ്ത്രീയമായ അഴിമതി തരാൻ കേന്ദ്ര ഫണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ 45,65,460 രൂപ, ഏകദേശം 46 ലക്ഷം നടത്തേണ്ട പണമെടുത്ത് കക്കൂസ് നന്നാക്കാൻ പണം കൊടുത്തു എന്ന് രേഖകൾ ഉണ്ടാക്കി. മനസ്സിലായോ? പ്ലാൻ ഫണ്ടിലെ പണം എവിടെയോ പോയി, ആരുടെയോ പോക്കറ്റിലേക്ക് പോയി. അല്ലാതെ ആർക്കും കക്കൂസ് നന്നാക്കി കൊടുത്തിട്ടില്ല. പക്ഷെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു എന്ന് രേഖയുണ്ടാക്കി 40,64,000 രൂപ പ്ലാൻ ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ സമയത്താണ് കേന്ദ്രം നൽകിയ 46 ലക്ഷം രൂപ വിനിയോഗിക്കാതെ അവിടെ കിടക്കുന്നത്. ഇനി നോക്കൂ, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു നഗരസഭ? കേന്ദ്ര ഫണ്ടിൽ തൊട്ടാൽ സ്വാഭാവികമായും എന്തു വേണം? നന്നാക്കിയ കക്കൂസിന്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും കാണിക്കുന്ന ഫോട്ടോ കൊടുക്കേണ്ടി വരും. അതിന്റെ പണി തീർത്തതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. ഇത്രയേറെ നിബന്ധനകളുണ്ട്. പ്ലാൻ ഫണ്ട് ചെലവഴിച്ചാൽ അതില്ലാത്തത് കൊണ്ട് പ്ലാൻ ഫണ്ടിലെ തുക 41 ലക്ഷം രൂപയോളം വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് ഈ നഗരസഭ. നെക്സ്റ്റ്, ഇത് 1 വർഷത്തെയാണ്. അടുത്തത് നോക്കൂ, എനിക്ക് തോന്നി അടുത്തിടയിൽ ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളുള്ള ഒരു നഗരസഭയാണ് മാവേലിക്കരയിൽ. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിന് വേണ്ടി ABC പദ്ധതിയുണ്ട്, ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി. 5,15 ലക്ഷം രൂപ നഗരസഭയുടെ കയ്യിലുണ്ട്. നാളിതുവരെ ഒരു തെരുവ് നായെ വന്ധീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മാവേലിക്കരയുടെ റോഡുകൾ മുഴുവൻ തെരുവ് നായകൾ കൈയടക്കിയിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് തെളിവുകൾ ആവശ്യം പോലുണ്ട്. എത്രയോ ആൾക്കാരെ തെരുവ് നായ കടിച്ചിരിക്കുന്നു. അടുത്തത് നോക്കൂ, ഇതെല്ലാം ഒറ്റ വർഷത്തെ അഴിമതിയെ പറ്റിയായി പറയുന്നത്. നഗരസഭയിലുള്ള അങ്കണവാടി, സർക്കാരിന്റെ കണക്ക് പ്രകാരം 28 അങ്കണവാടികൾ മാവേലിക്കര നഗരസഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 19 എണ്ണത്തിനും സ്വന്തമായി കെട്ടിടമില്ല, വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 2 എണ്ണം ഏതോ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത അങ്കണവാടികൾ ഇവിടെ പ്രവർത്തിക്കുന്നു. വലിയ ഗുരുതരമായ വീഴ്ചയാണ്. നമ്മുടെ കൊച്ചുമക്കള് പഠിക്കുന്ന സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് അതിൽ പറയുന്നു, പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഈ നഗരസഭ വളരെ പിന്നാക്കമാണ്, ശ്രദ്ധിക്കണമെന്ന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നഗരസഭയ്ക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കൂ, മാലിന്യ നീക്കം.
ഏതൊരു നഗരത്തിന്റെയും ശാപമാണ് മാലിന്യം. ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ 41,24,380 രൂപ ഈ നഗരസഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 41,400,000 ലക്ഷം രൂപ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ വകയായി മാലിന്യം നീക്കം ചെയ്യാൻ കിട്ടിയപ്പോ നഗരസഭ ചെലവഴിച്ചത് ആകെ 5.25 ലക്ഷം രൂപയാണ്. ഈ നഗരത്തിൽ, മാവേലിക്കര നഗരത്തിൽ മാലിന്യമില്ലാത്തത് കൊണ്ടാണോ നഗരസഭ ഈ പണം ചെലവഴിക്കാതിരുന്നത്? ഉത്തരം പറയണ്ടേ? നഗരസഭയെ, നമ്മെ ഇത്ര വർഷവും ഭരിച്ചവരുടെ കെടുകാര്യസ്ഥതയെ പറ്റിയാണ് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ മുൻപാകെ വെക്കുന്നത്. അതിനകത്ത് രണ്ടാമത്തെ ഒരു ഘടകം കൂടിയുണ്ട്. ഇതിന് കേന്ദ്ര സർക്കാർ നൽകിയ പണം അത് പൂർണ്ണമായി ചെലവഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേന്ദ്രത്തിന്റെ പണമായതുകൊണ്ട് അത് തിരിച്ചടച്ചു. ചോദ്യം വന്നു, എന്തുകൊണ്ട് ചെലവഴിച്ചില്ല? അപ്പോൾ ആ പണം തിരിച്ചടച്ചു. എങ്ങനെയാണ് തിരിച്ചടച്ചത്? നിങ്ങൾ നോക്കൂ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കേണ്ട നഗരസഭ മുഴുവൻ തുകയും പാഴാക്കി. പക്ഷേ 41,46,000 രൂപ തിരികെ നൽകി. അതായത് കേന്ദ്രം കൊടുത്ത ഫണ്ട് 41,24,000, നഗരസഭ തിരിച്ചടച്ചത് 41,46,000. നോക്കൂ, ഇവരുടെ ധനകാര്യ മാനേജ്മെന്റ് ആണ്, നമ്മളുടെ ഓരോരുത്തരുടെയും നികുതി പണമാണ്. അധികമായി കൊടുത്ത 5,64,302 രൂപ, ആകെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കേണ്ട തുകയിൽ കൂടുതൽ കൊടുത്തു. അത് തിരികെ വാങ്ങിയെടുക്കാൻ നാളിതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ്, അടുത്തത്, ഇതും ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത വലിയൊരു ദ്രോഹത്തിന്റെ കഥയാണ്. ഈ നാട്ടിലെ അഗതി നിർമ്മാർജ്ജന ഫണ്ടുണ്ട്. അഗതികൾ, അതായത് നമുക്കറിയാം, അഗതികൾ എന്ന് പറയുമ്പോൾ സാധാരണ ആശ്രയമില്ലാത്ത, സ്വന്തമായി ഭൂമിയോ വീടോ കുടിവെള്ള സൗകര്യമോ കരണ്ടോ ഒന്നുമില്ലാത്ത അഗതികൾക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് 34,87,644 രൂപ മാവേലിക്കര നഗരസഭയുടെ അക്കൗണ്ടിലുണ്ട്. 1 രൂപ പോലും നാളിതുവരെ ചെലവഴിക്കാൻ നമ്മെ 5 വർഷം ഭരിച്ച ഈ മഹാന്മാർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയല്ല, സംസ്ഥാന ഓഡിറ്റ് വകുപ്പാണ്. നോക്കൂ, ഈ മാവേലിക്കര നഗരസഭയിൽ അഗതികൾ ആരുമില്ലേ? മാവേലിക്കര നഗരസഭയിൽ സ്വന്തമായി വീടില്ലാത്തവരില്ലേ? മാവേലിക്കര നഗരസഭയിൽ സ്വന്തമായി ഭൂമി ഇല്ലാത്തവരില്ലേ? വീടുള്ളവർക്ക് സ്വന്തമായി വീട്ടിൽ കരണ്ടില്ലാത്തവരില്ലേ? കുടിവെള്ളം കിട്ടാത്തവരില്ലേ? അവർക്ക് ചെലവഴിക്കേണ്ട 35 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉള്ളപ്പോഴാണ് 1 രൂപ പോലും ചെലവഴിക്കാൻ ഈ ഭരണസമിതി തയ്യാറാകാത്തത് എന്ന ഞെട്ടിക്കുന്ന വിവരം കൂടി നാം ഇതിലുണ്ടാകണം. നെക്സ്റ്റ്, നോക്കൂ, അടുത്ത വർഷം 2022-23 ഇത് ബജറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ്. അതിൽ ആ മഞ്ഞ ഹൈലൈറ്റർ കൊണ്ട് അടയാളപ്പെടുത്തിയത് നോക്കൂ. ബജറ്റ് പ്രകാരം വരവ് ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ നഗരസഭ മുൻപോട്ടേക്ക് ഇവർ ഭരിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് പറയുന്നത്. മാവേലിക്കര നഗരസഭയിലെ ബജറ്റിൽ വരവും ചെലവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2022-23 സാമ്പത്തിക വർഷത്തിൽ 25.5 കോടി രൂപയുടെ വരുമാനം അധികമുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. 25.5 കോടി രൂപ അധികമുണ്ട്, വരുമാനമുണ്ട് എന്ന് കാണിക്കുകയും ചെലവ് 23 കോടി രൂപ കൂട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ബജറ്റിൽ വരവും ചെലവും കണക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത അശാസ്ത്രീയമായ ബജറ്റാണ് മാവേലിക്കര നഗരസഭയുടെ പ്രവർത്തനത്തെ താളം തെറ്റിച്ചത് എന്ന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളൊക്കെ നാം പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. ഇത്രയേറെ കഴിവുകെട്ട, കെടുകാര്യസ്ഥതയുള്ള, അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടമാണ് നമ്മെ ഭരിച്ചത് എന്ന് നാം തിരിച്ചറിയണം. അടുത്തത്, നെക്സ്റ്റ്, നോക്കൂ, ഞാനിത് ആദ്യം പറഞ്ഞു. നഗരസഭാ പരിധിയിൽ എത്ര വ്യാപാര സ്ഥാപനമുണ്ടെന്ന് പോലും നഗരസഭയ്ക്ക് അറിയില്ല. അങ്ങനെ ഒരു ഭരണകർത്താക്കൾ ഉണ്ടാകും. കാരണം ഈ നഗരസഭയിലെ വലിയ സ്ഥാപനങ്ങളിൽ നിന്നും നികുതി പിരിക്കേണ്ടതാണ്. നികുതി പിരിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണക്കാർക്കും താല്പര്യമില്ല. കാരണം എന്താ?
ഈ കടക്കാരുടെ കയ്യിൽ നിന്ന് കൈമടക്ക് കിട്ടുന്നുണ്ട്. നോക്കൂ, എത്ര സ്ഥാപനം പ്രവർത്തിക്കുന്നെന്നറിയില്ല, അതോടുകൂടി അടഞ്ഞുപോയിരിക്കുന്നത്. ഇനി അടുത്തത് സാമ്പത്തിക നിലയെ പറ്റിയാണ്. 2022-23 പറ്റിയാണ്. അതിനകത്തെ മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ബാക്കി രണ്ടെണ്ണം പിന്നീട് പറയാം. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ജീവനക്കാരുടെ ശമ്പളം, കൗൺസിലർമാരുടെ ഓണറേറിയം, ഇവയൊക്കെ നൽകുന്നത് വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ട പണം ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം എന്താ? നഗരസഭയ്ക്ക് സ്വന്തമായുള്ള വരുമാനമാണ് വാടക പിരിച്ചെടുക്കൽ, വെള്ളക്കരം, കരണ്ട് ചാർജ്. ഇതിന്റെ കുടിശ്ശിക പിരിച്ചെടുക്കുമ്പോഴാണ് നഗരസഭയ്ക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാവുക. അത് ചെയ്യുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നഗരസഭയിൽ എത്ര കടകളുണ്ടെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായി നികുതി വരുമാനം അതിന്റെ ഇല്ല. വെള്ളക്കരം പിരിക്കുന്നില്ല, കരണ്ട് ചാർജ് പിരിക്കുന്നില്ല, കുടിശ്ശികകൾ പിരിക്കുന്നില്ല. സ്വാഭാവികമായി പണമില്ലാത്തത് കൊണ്ട് വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ട പണം ഉപയോഗിച്ചാണ് ഈ നഗരസഭയിലെ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് നോക്കൂ, കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക പിരിക്കാൻ നാളിതുവരെ ഭരണസമിതി തയ്യാറായിട്ടില്ല. അതില് ദുരൂഹമാണ്. നെക്സ്റ്റ്, നമ്മുടെ നഗരസഭ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഒരു വാഹനം വന്നു. ആർക്ക് പോയാലും ആ നഗരസഭയിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്താണല്ലോ നഗരസഭ, ആർക്കും പോയി കാണാവുന്നതേ ഉള്ളൂ. ആ വാഹനത്തെ പറ്റി പറയുന്നു. 5 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ ഒരു വാഹനമാണ്, ഇലക്ട്രിക് വാഹനം. ആ വാഹനം ഈ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും നിത്യസ്മാരകമാണ്. ആ വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? 2 തവണ ഹരിതകർമ്മസേന പ്രവർത്തകർ ആ വാഹനത്തിൽ കയറി അവരെയും കൊണ്ട് 100 മീറ്റർ ചെന്നപ്പോൾ തന്നെ അത് മറിഞ്ഞു വീണ അപകടമുണ്ടായി. കാരണം ഈ മാലിന്യ നീക്കത്തിന് ഉപയോഗിക്കാൻ തക്ക വലിപ്പമോ ഭാരമോ ആ വാഹനത്തിനില്ല എന്ന് ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ആരാണ് ഈ വാഹനം ഓർഡർ ചെയ്ത് വാങ്ങിയത്? അത് 5 ലക്ഷം രൂപ നമ്മുടെ നികുതിപ്പണം പോയി, അത് ഉപയോഗശൂന്യമായി നഗരസഭയിൽ അത് കിടപ്പുണ്ട്. ഇനി 23-24 കണക്കുകൾ നോക്കൂ. നെക്സ്റ്റ്, 2023-24 ആകെ അംഗീകാരം കിട്ടിയത് 195 പദ്ധതികൾക്കാണ്. ഏകദേശം 12,793,679 രൂപയുടെ വികസന പ്രവർത്തനം മാവേലിക്കര നഗരസഭയിൽ നടക്കണം. അതിനുള്ള അനുമതി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നടപ്പാക്കിയതോ ആകെ 73 എണ്ണം. എന്ന് പറഞ്ഞാൽ 37% ഇവരുടെ എഫിഷ്യൻസി. ഒരു നഗരസഭയുടെ പ്രവർത്തന റിപ്പോർട്ടാണ്. 100% എഫിഷ്യൻസി വേണ്ട നഗരസഭയുടെ എഫിഷ്യൻസി എത്രയാ? 37%. ബാക്കി 63% കെടുകാര്യസ്ഥതയാണ് എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ ജനങ്ങളോട് പറയുന്നു. 117 പദ്ധതിയിലായി 4.5 കോടി രൂപ ആകെ ചെലവഴിച്ചതാണ്. 4.5 കോടി ചെലവാക്കിയത്, ബാക്കി 8 കോടി രൂപയും പാഴാക്കിയതാണ്. ഇതാണ് 2023-24 നഗരസഭയെ പറ്റിയിട്ടുള്ള പൊതുവായ റിപ്പോർട്ട്. അടുത്തത് നോക്കൂ. ഇതാണ് മുമ്പേ ഞാൻ വിട്ടുപോയ, പിന്നീട് പറയാമെന്ന് പറഞ്ഞ കാര്യം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എന്തു പറഞ്ഞാലും പറയുന്ന ഒരു കാര്യമാണ് അംബാനി, അദാനി, BJP മുതലാളിമാർക്ക് വഴിവിട്ട സഹായം. നോക്കൂ, ക്ലാസിക് എക്സാമ്പിൾ ആണ്. മാവേലിക്കര നഗരസഭ എങ്ങനെയാണ് അംബാനിയെ സഹായിച്ചത് എന്നതിന്റെ തെളിവാണിത്. ഇന്റർനെറ്റ് കേബിൾ നഗരസഭയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. റിലയൻസിന്റെയും ജിയോയുടെയും അടക്കം ഇന്റർനെറ്റ് കേബിൾ കടന്നു പോകുന്നുണ്ട്. ആ കേബിളിന്റെ ഇതേപോലെയുള്ള തൂണുകളുണ്ട്, നിങ്ങൾക്കറിയാം, തൂണിട്ടിട്ടുണ്ട് കേബിൾ കടന്നു പോകാൻ. ഒരു തൂണിന് വാടക കൊടുക്കണം, ഓരോ തൂണിനും വാടക കൊടുക്കണം. ആകെ 8.25 ലക്ഷം രൂപയുടെ വാടക. കേബിൾ ഇടുമ്പോൾ ഇവര് റോഡ് വെട്ടിമുറിക്കും, നമുക്കറിയാം, റോഡ് ക്രോസ് ചെയ്യാൻ. അത് റോഡ് തിരിച്ച് നന്നാക്കി കൊടുക്കേണ്ട ബാധ്യത വെട്ടിമുറിക്കുന്നതിന്റെയാണ്. ആ ഇനത്തിൽ 10 ലക്ഷം ഉൾപ്പെടെ ഏകദേശം 20 ലക്ഷം രൂപ ഒറ്റ വർഷം റിലയൻസിൽ നിന്ന് നഗരസഭയ്ക്ക് കിട്ടാനുണ്ട്. പക്ഷേ ഈ തുക പിരിച്ചെടുക്കണമെന്ന് നിരവധി തവണ ശുപാർശ ചെയ്തിട്ടും നഗരസഭ അനങ്ങാത്തത് എന്താണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാര് വ്യക്തമാക്കണം. അതിൽ വളരെ വലിയ ദുരൂഹതയാണ്. അപ്പൊ അംബാനിയെ കൈയയച്ച് സഹായിക്കുകയാണ് മാവേലിക്കര നഗരസഭ. ആർക്കു വേണ്ടി? ഇതിനുള്ള മറുപടി ഭരിക്കുന്നവരാണ് പറയേണ്ടത്.
അടുത്തത് കോട്ടത്തോടിന്റെ കാര്യം. എല്ലാവർക്കും അറിയാം, മാവേലിക്കര നഗരസഭയുടെ ഏറ്റവും വലിയ വിഷമതയാണ്, ഒരു ദൈന്യതയാണ് നഗരമധ്യത്തിൽ കൂടി പോകുന്ന കോട്ടത്തോട് ശുചിയല്ലാത്തത്. അത് ശുചീകരിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. പക്ഷേ നാളിതുവരെ കോട്ടത്തോടിനെ ശുചീകരിക്കാനോ ഈ തുക ചെലവഴിക്കാനോ നഗരസഭ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് മാത്രമല്ല, ഈ പണം പഞ്ചാബ് നാഷണൽ ബാങ്കിലും IDBI ബാങ്കിലുമായി 2 അക്കൗണ്ടുകൾ തുറന്നാണ് ഈ പണം സൂക്ഷിച്ചിരിക്കുന്നത്. അതിനകത്ത് വലിയ അഴിമതിയുണ്ട് എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞില്ലേ? നെക്സ്റ്റ്. യെസ്, ഇതാണ്. ഞാനിതിന്റെ പൂർണ്ണമായ രൂപം ഇനിയും ഒത്തിരി വിശദീകരിക്കാനുണ്ട്, ഞാൻ പറയുന്നില്ല. ഈ ഒരു 3 വർഷത്തെ നിസ്സാരമായ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാകും ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് എങ്ങനെയാണ് നമ്മളുടെ ഭരണത്തെ അല്ലെങ്കിൽ ഈ നഗരസഭയുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് ഇവർ അട്ടിമറിച്ചത്. ഇവരുടെ കഴിവുകേട്, ഇവരുടെ കെടുകാര്യസ്ഥത, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എങ്ങനെയാണ് നഗരസഭയുടെ പ്രവർത്തനത്തെ താളം തെറ്റിച്ച് എന്നതിന്റെ കണക്കുകളും തെളിവുകളുമാണ് നാം ഇവിടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് തീർച്ചയായും നമ്മൾ ഈ മാവേലിക്കര നഗരസഭയിലെ പൊതുജനങ്ങളുടെ മുൻപാകെ, ജനകീയ കോടതിയുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. ഇതിന് മറുപടി പറയിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. എന്തുകൊണ്ടാണ് നഗരസഭ ഇങ്ങനെ നിരുത്തരവാദപരമായി പെരുമാറിയത്? നഗരസഭ ആർക്കു വേണ്ടിയിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയത്? ഇതിന് ഇവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കാനുള്ള അവസരമാണ് ഈ വരുന്ന ഡിസംബർ മാസം 9-ാം തീയതി. അതിന് തീർച്ചയായും ഈ നഗരസഭയിലെ 28 വാർഡിലെയും കൗൺസിലർമാർ ഉത്തരവാദിത്വം, അതായത് കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ 9 കൗൺസിലർമാർ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതിന് കൂട്ടുനിന്നത് CPIM-ന്റെ മറ്റ് 9 കൗൺസിലർമാരാണ്. ഇതിനെ ചോദ്യം ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 28 വാർഡുകളിലും തീർച്ചയായും ഇതിനൊരു തിരിച്ചടി ഈ ഭരണസമിതിക്ക് കൊടുത്തുകൊണ്ട് ഡിസംബർ 9-ന് ഈ ജനകീയ കോടതി ഇതിൽ വിധി പറയണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് കൃതജ്ഞത അറിയിക്കുന്നതിനായി പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ശങ്കർ അവരുടെ ക്ഷണിക്കുക. ശങ്കറല്ലേ? ഉണ്ണി ഈ പരിപാടിക്ക് കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ പങ്കെടുത്ത BJPയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് ജസ്പതി അവർക്ക് എന്റെ വ്യക്തിപരമായ പേരിലും പാർട്ടിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം വെട്ടിയാർ മണിക്കുട്ടൻ അവർ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്താർ പിള്ള, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അരുൺ അവർ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ നടന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ നടന്ന അഴിമതിയുമായും കെടുകാര്യസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ PDF ഫയൽ നമ്മളുടെ മുഴുവൻ പ്രവർത്തകർക്കും അയച്ചു തരുന്നുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ വാർഡുകളിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കും.